അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ നടത്തിയ കടന്നുകയറ്റമാണ് ഒരു പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടത്. ഇത് അമേരിക്കയുടെ ആദ്യത്തെ നടപടിയല്ല. അമേരിക്ക ഭരിച്ച മുമ്പുള്ള പല പ്രസിഡന്റുമാരും ഇത്തരം വിവാദപരമായ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ നീക്കം എന്ന കാര്യം കൂടി നോക്കാം. ഒരു പരമാധികാര രാജ്യത്ത് കയറിയുള്ള ഈ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടിയാണ് പ്രത്യേകത. അതായത് എണ്ണ സമ്പത്ത് ലക്ഷ്യമിട്ട് അമേരിക്ക കരുതിക്കൂട്ടി നടത്തിയ ആക്രമണം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അമേരിക്കയുടെ നീക്കത്തിന് പിന്നിൽ അത്തരം ചില താല്പര്യങ്ങളുണ്ട് എന്നത് പൊതുവിൽ വലിയ വിമർശന ബുദ്ധി ഉന്നയിക്കുന്ന ആക്ഷേപമാണ്. കാരണം മുമ്പും അമേരിക്ക നടത്തിയ ചില ഇടപെടലും ഇതുമായാണ് നമുക്ക് കൂട്ടി വായിക്കപ്പെടേണ്ടി വരുന്നത്. എണ്ണ ശേഖരം കയ്യിലുള്ള രാജ്യങ്ങളെ ഭൂരിഭാഗവും അമേരിക്ക കൈയടക്കി എന്നതാണ് സാഹചര്യം. അതിന് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. അതായത് ലോകത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മുൻനിരയിലുള്ള ഒരു 10 രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ പലതിലും അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അമേരിക്കയുടെ സ്വാധീന ശക്തി ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ അമേരിക്കയ്ക്ക് കീഴടങ്ങിയിട്ടുണ്ട്, ചിലതിലൊക്കെ ആവട്ടെ അമേരിക്കയുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമാണ് അവിടെ ഭരണം നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഉദാഹരണമായി കാണിക്കാം, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഒരു എണ്ണ ഉൽപ്പാദന രാജ്യമായിരുന്നു ലിബിയ. ലിബിയയിൽ സംഭവിച്ചത് മറ്റൊന്നുമില്ല. അപ്പോൾ ലിബിയയിലും ഇറാഖിലും അമേരിക്കൻ ആധിപത്യമുണ്ടായത് എന്ന് ഉദാഹരണം അത് തന്നെയാണ്. അപ്പോൾ ഈ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തിന് മറ്റു ചില കാരണങ്ങൾ കണ്ടെത്താമെങ്കിലും അത് അന്നത്തെ സദ്ദാം സർക്കാരിൻ്റെ ഇടപെടലുകളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെങ്കിലും അമേരിക്കയുടെ ചില കണ്ണുകൾ അത് എണ്ണ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നില്ലേ എന്ന കാര്യം കൂടിയാണ് ഇവിടെ ചർച്ചയാക്കപ്പെടുന്നത്. സൗദി അറേബ്യയുടെ കാര്യം നോക്കൂ. സൗദി ഇന്നും അമേരിക്കയുടെ ചൊൽപ്പടിയിലാണ്. കാരണം സൗദി ഒരു പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. പക്ഷേ സൗദി അറേബ്യയും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം അമേരിക്കയുടെ ചൊൽപ്പടിയിൽ തന്നെയാണ് അവിടെയും ഭരണം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് ഇറാനാണ്. ഇറാനും അതേ വഴിയിലേക്കോ എന്ന സംശയം കൂടിയാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. കാരണം ഇറാനിൽ ഉണ്ടാവുന്ന ഭരണ പ്രതിസന്ധികൾക്ക് പിന്നിലും അമേരിക്കയാണ്, അമേരിക്കൻ താല്പര്യങ്ങളുമാണ്. ഇപ്പോൾ ഈ വെനസ്വേലയിലെ സൈനിക നടപടിയിൽ വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ ഇറാനുമുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് തീർച്ചയായും ഈ നീക്കങ്ങളെ അങ്ങനെ കൂടി കാണേണ്ടി വരും എന്നതാണ് സാഹചര്യം. കാർത്തിക്, ലോകരാജ്യങ്ങൾ ഇതിലൂടെ എങ്ങനെ പ്രതികരിച്ചു എന്നത് വളരെ പ്രസക്തമാണ്. അപ്പം ഇന്ത്യ ഈ വിഷയത്തിൽ പൊതുവിൽ ചേരിചേരാ നയമെന്ന ഒരു വലിയ ലക്ഷ്യവും വലിയ സന്ദേശവും കൃത്യമായ പ്ലാനുമായി മുന്നോട്ട് പോയതാണ് ഇന്ത്യ തുടക്കം മുതൽ. അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അത് നോക്കട്ടെ അവിടെ. പക്ഷേ സ്വന്തം പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ കൈമാറിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ പൊതുവിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? റഷ്യ ആവട്ടെ, ഇറാൻ ആവട്ടെ, ക്യൂബയാവട്ടെ, അവർ പൊതുവിൽ വെനസ്വേലൻ പക്ഷക്കാരാണ്. അതിനപ്പുറമുള്ള മറ്റു രാജ്യങ്ങളുടെ ഒരു പിന്തുണ ആർക്കൊപ്പം? കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ വരേണ്ടതുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായി പറയേണ്ടത് റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ തന്നെയാണ്. നമുക്കറിയാം, മദുരോയെ റാഞ്ചിക്കൊണ്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചൈനീസ് പ്രതിനിധികളുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി എന്നാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. മഡൂറോയെ ഉടൻ വിട്ടയക്കണം എന്ന പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയടക്കം ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിലവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സമീപനം ഉണ്ടാകരുത്, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണം. ഇതടക്കമുള്ള പ്രതികരണമാണ് UN-ൻ്റെ ഭാഗത്ത് നിന്നും വരുന്നത്. നാളെ UN-ൻ്റെ സുരക്ഷാ സമിതി ചേരുന്നുണ്ട്. സ്വാഭാവികമായും ആ സുരക്ഷാ സമിതിയിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നതായിരിക്കും ഏറെ നിർണായകം. മറ്റൊന്ന്, ക്യൂബയുടെ കാര്യത്തിലടക്കം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. ക്യൂബയായിരിക്കുമോ അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് എന്ന തരത്തിൽ ലോകത്ത് ചർച്ചകൾ സജീവമാണ്. സ്വാഭാവികമായും ഒരു ദരിദ്ര രാജ്യമാണ് ക്യൂബ, അവരെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രതികരണം. അതുമായി കൂട്ടി വായിക്കുമ്പോൾ ക്യൂബയ്ക്കെതിരെയും ഒരു സൈനിക നടപടിക്ക് മുതിരാൻ മടിയില്ല എന്നൊരു സന്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നത് ഈ ഘട്ടത്തിൽ നോക്കി വായിക്കണം. സ്വാഭാവികമായും ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലിയ തോതിൽ ഒരു യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു ഘട്ടത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ മോഹിച്ച ട്രംപാണ് തൊട്ടടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ അതിന് ഇത്തരത്തിൽ വലിയ തോതിൽ ലോകത്തെ തന്നെ ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് നടപടികൾക്കും ഒരു യുദ്ധത്തിലേക്ക് വഴിവെക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇനി നിർണായകമാകുന്നത് അവിടുത്തെ ഭരണം, വെനസ്വേലയുടെ ഭരണം US എങ്ങനെ നടപ്പാക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരു